നമസ്കാരം. കൃഷിദർശൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരല്പമെങ്കിലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഇന്ന് മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം കീടനിയന്ത്രണമാണ്, കൃഷിയെ നശിപ്പിക്കുന്ന കീടങ്ങൾ. അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ജൈവ കൃഷിയാണെങ്കിൽ എങ്ങനെയാണ് കീടനിയന്ത്രണം ഫലപ്രദമാക്കുക എന്നുള്ളത് തന്നെയാണ്. ജൈവകൃഷിയിൽ ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും ശക്തമായ സംഭാവനയാണ് ജീവാണുക്കൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണം. ഇന്ന് ഈ വിഷയത്തിൽ സമകാലീനമായി ഏറ്റവും പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ പ്രേക്ഷകരോടൊപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മേഖലയിലെ ഏറ്റവും വിദഗ്ധയായ ഒരു ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ റിജി റാണി. വെള്ളായണി കാർഷിക കോളേജിൽ എൻഡമോളജി വിഭാഗത്തിൽ പ്രവർത്തിച്ചു വരുന്നു. നമസ്കാരം. ഇന്നിപ്പോൾ കേരളം ജൈവകൃഷിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. നമുക്ക് വേണ്ടുന്ന ഭക്ഷണമെല്ലാം സ്വന്തമായി ജൈവകൃഷി രീതിയിലൂടെ സുരക്ഷിതമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രസക്തി, ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി കുറച്ചൊന്നുമല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യമായി തന്നെ ഏതെല്ലാം വിളകളിലാണ് നമുക്ക് ജീവാണുക്കൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണം സാധ്യമാകുക? എല്ലാ വിളകളിലും പറ്റുമോ? എല്ലാ വിളകളിലും പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ച് ഏതൊക്കെ വിളകളിൽ കീടനിയന്ത്രണം നടപ്പിലാക്കുന്നോ ആ വിളകളിലെല്ലാം തന്നെ നമുക്ക് മിത്രാണുക്കൾ ഉപയോഗിച്ചും കീടനിയന്ത്രണം നടപ്പിലാക്കാം. തെങ്ങിലായാലും വാഴ, നെൽകൃഷി, പച്ചക്കറി, അതുപോലെ ഉദ്യാന സസ്യങ്ങളിൽ വരെയും നമുക്ക് മിത്രാണുക്കൾ ഉപയോഗിച്ച് കീടനിയന്ത്രണം നടപ്പിലാക്കാവുന്നതാണ്. ഇന്ന് പച്ചക്കറികളാണ് ഏറ്റവും കൂടുതൽ കീടശല്യമുള്ള വിളകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പലതരം കീടങ്ങൾ കാണുന്നതും പച്ചക്കറികളിലാണ്. അപ്പോൾ അത്തരത്തിൽ വൈവിധ്യമാർന്ന കീടനിരയുള്ള പച്ചക്കറികളിൽ നമുക്ക് മിത്രാണുക്കൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണം എത്രത്തോളം നമുക്ക് ഫലപ്രദമായി കൊണ്ടുപോകാൻ പറ്റും? എന്തെല്ലാം ആണ് അതിലുള്ള ഉപാധികൾ? ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതും പച്ചക്കറി കൃഷിയിലെ ജീവാണു നിയന്ത്രണത്തിലാണ്. വെച്ചാൽ കുമിളുകൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണത്തിനാണ്. കാരണം അധികം നാൾ ഡ്യൂറേഷൻ ഇല്ലാത്ത വിളകളാണ്. അത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് എല്ലാം തന്നെ ഭക്ഷണം വഴി നമ്മുടെ ആഹാരത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതും പച്ചക്കറി വർഗ്ഗങ്ങളിലൂടെയാണ്. അപ്പോൾ ജീവാണുക്കൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മിത്രപ്രാണികൾ ഉപയോഗിച്ച് ജൈവ രീതിയിൽ കൃഷി ചെയ്യേണ്ടതും അതിൽ കീടങ്ങളെ ജൈവിക രീതിയിൽ തന്നെ നിയന്ത്രിക്കേണ്ടതും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് പച്ചക്കറി വിളകളിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ പച്ചക്കറി വിളകളിൽ കാണുന്ന പലതരം നീര് വലിച്ചുറ്റി കുടിക്കുന്ന പ്രാണികളുണ്ട്, കടിച്ചു തിന്നുന്ന പ്രാണികളുണ്ട്. ഇവയെല്ലാം നമുക്ക് മിത്രാണുക്കൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും? തീർച്ചയായും കഴിയും. പലതരം മിത്രാണുക്കളുണ്ട്. നമുക്ക് പ്രകൃതിയിൽ തന്നെ അവ നിലനിൽക്കുന്നതാണ്. ചിലത് കൂടുതൽ ഫലപ്രദമാണെന്ന് തോന്നുന്നത് നമ്മൾ പരീക്ഷണശാലയിൽ ഉരുത്തിരിച്ചെടുക്കുകയും അതിനെ ബയോപെസ്റ്റിസൈഡായിട്ട് അല്ലെങ്കിൽ മൈക്രോബിയൽ പെസ്റ്റിസൈഡ് ജീവാണു കീടനാശിനിയായി വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പലതരത്തിലെന്ന് പറയുമ്പം നമുക്കറിയാം, മനുഷ്യർക്കും രോഗം വരുത്തുന്ന വൈറസുകളുണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്. അതുപോലെ കീടങ്ങൾക്കും രോഗകാരികളായ വൈറസുകളും ബാക്ടീരിയയും ഫംഗസുമാണ് നമ്മൾ ഈ ജീവാണു കീടനാശിനിയായി വികസിപ്പിച്ചെടുക്കാറുള്ളത്. ഇത്തരത്തിൽ നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയുമോ? നീര് വലിച്ചൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇന്നതാണ്, അത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അത് പ്രേക്ഷകർക്ക് ഗുണകരമാണ്. നല്ലൊരു ചോദ്യമാണ്. കാരണം പല ജീവാണുക്കളും നമ്മൾ ഉദാഹരണത്തിന് എല്ലാവർക്കും അറിയുന്ന ഒരു ജീവാണുവാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ് അല്ലെങ്കിൽ BT ആയാലും വൈറസ് അധിഷ്ഠിത ആയിട്ടുള്ള കീടനാശിനികളുണ്ട്. NPV എന്ന് പറയുന്ന ന്യൂക്ലിയോ പോളിഹൈഡ്രോ വൈറസ്. ഇതൊക്കെ തന്നെ കീടങ്ങളുടെ ഭക്ഷണത്തിലൂടെ മാത്രമാണ് കീടശരീരത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ മിത്രകുമിളുകൾ, ബിവേറിയ, മെറ്ററൈസിയം എന്നീ മിത്രകുമിളുകളാണെങ്കിൽ കീടങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന പാടെയാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ അവ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. മിത്രകുമിളുകൾ. അപ്പോൾ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഈ പറഞ്ഞ ജീവാണു കീടനാശിനികൾ ഏത് വിളകൾ, ഏത് കീടങ്ങൾക്കെതിരെയാണ്, എങ്ങനെയാണ്, എത്ര അളവിലാണ് ഉപയോഗിക്കേണ്ടത്? കുമിളുകളാണ്. കുമിളുകളും ബാസിലസ് തുറിഞ്ചിയൻസിസ് തുടങ്ങിയ ബാക്ടീരിയൽ വിഭാഗത്തിൽപ്പെട്ടതും ഈ പറഞ്ഞ ആഹാരത്തിലൂടെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയൽ കീടനാശിനികൾ നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഉള്ളത് തന്നെ
വളരെ വിരളമാണ്. പ്രോഡക്ട്സ് ഒക്കെ വളരെ കുറവാണ്. ഡിപ്പൽ എന്നും ഡെൽഫിൻ എന്നും ഒക്കെ പല രൂപികകളും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതൊക്കെ വളരെ ചെറിയ തോതിലാണ്, 1 മില്ലി 1 ലിറ്റർ എന്ന തോതിലാണ് ഉപയോഗിക്കുക. ഇത് പ്രധാനമായും BT പ്രോഡക്ട്സ് എല്ലാം തന്നെ ശലഭങ്ങളുടെ അതായത് ലാർവൽ സ്റ്റേജിൽ വരുന്ന പുഴു എന്ന പുഴുവർഗത്തിൽ പെടുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനാണ് BT ഉപകരിക്കുക. അതേസമയം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണെങ്കിൽ മിത്രകുമിള, അതും പ്രത്യേക ജനസിൽപ്പെട്ട ഒരു മിത്രകുമിളുണ്ട്, ലെക്കാനിസീലിയം. നമ്മുടെ പഴയ പേര് അതിൻ്റെത് വെർട്ടിസീലിയം എന്നാണ്. പുതിയതായി അതിനെ നാമകരണം ചെയ്തിട്ടുള്ളത് ലെക്കാനിസീലിയം എന്നാണ്. അത് വളരെ ഫലപ്രദമായി നമുക്ക് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാം. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ്? അതെ, ശൽക്ക കീടങ്ങൾ, സ്കെയിൽസ് എന്ന് പറയും. ചെടിയുടെ പുറത്ത് പറ്റിയിരുന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ പോലും പെടാറില്ല, സ്കെയിൽ ഇൻസെക്ട്സ്. പിന്നെ മൈറ്റ്, അതായത് മണ്ടരി, നമുക്കെല്ലാവർക്കും പരിചിതമാണ് തെങ്ങിൻ്റെ മണ്ടരി. അതുപോലെ പച്ചക്കറി വിളകളിലും മണ്ടരിയുടെ ഉപദ്രവം ഉണ്ടാവും. വെള്ളീച്ചകൾ, പിന്നെ മീലി മൂട്ടകൾ, ഇതൊക്കെയാണ് തുള്ളൻ പ്രാണികൾ. നമ്മൾ നെൽകൃഷിയിലായാലും മുഞ്ഞ എന്ന് പറയുന്ന പയറിലെ മുഞ്ഞ, ഇതൊക്കെ തന്നെയും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. നമ്മുടെ ദൃഷ്ടിയിൽ പെടാറില്ല, ഇലയ്ക്ക് അടിവശത്തും തണ്ടിനിടയിലും ഒക്കെ ഇരുന്നാണ് നീരൂറ്റി കുടിക്കുക. ഇത്തരം പ്രാണികൾക്കെതിരെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു മിത്രാണുവാണ് വെർട്ടിസീലിയം അഥവാ ലെക്കാനിസീലിയം. അത് എങ്ങനെയാണ്? അത് പൊടി രൂപത്തിലാണോ ദ്രവരൂപത്തിലാണോ നമുക്ക് ലഭ്യമാകുക? ഏത് അളവിലാണ് ഉപയോഗിക്കാൻ? 2 രൂപികകളായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. ഒന്ന് ദ്രവരൂപത്തിലും പാക്കറ്റിൽ, നമുക്ക് ആട്ടയും മറ്റും പാക്കറ്റിൽ കിട്ടുന്നത് പോലെ ചിത്രത്തിൽ കാണാം. ഇത് ഒരു ബിവേറിയ എന്ന് പറയുന്ന ഒരു മിത്രാണുവിൻ്റെ പ്രോഡക്റ്റാണ്. നമ്മുടെ കാർഷിക സർവകലാശാലയിലെ ഉൽപ്പന്നം തന്നെയാണ്. ഇത് പൊടി രൂപത്തിലാണ് നമുക്ക് കിട്ടുക. മറ്റേത് കീടനാശിനിയും ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഇത് വെള്ളത്തിൽ കലക്കി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു സാധാരണ സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഒരു ഫോൺ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹലോ 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 നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം, ഞാൻ കാലിക്കറ്റ് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് അനിൽ എന്നാണ്. അനിൽ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാസവളങ്ങള് അതുപോലെ തന്നെ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കൃഷിത്തോട്ടത്തിലേക്ക് വീണ്ടും നമുക്ക് ഈ ജൈവിക രീതിയിലുള്ള മിത്രാണുക്കളെ ഉപയോഗിക്കാമോ? അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിൽ വളരാൻ ഉള്ള ചാൻസ് ഉണ്ടോ? കാരണം നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചൊരു മണ്ണിൽ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാസവളങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു പാടത്തും മിത്രാണുക്കൾ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുമിച്ചുള്ള പ്രയോഗം ഒഴിവാക്കുക. കഴിയുന്നതും ഒരേ സമയത്ത് ഒരേ ദിവസം തന്നെ അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാസവളങ്ങൾ നൽകിയ ദിവസം തന്നെ ഒരു മിത്രാണു സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റും ഉണ്ടാകുന്നില്ല. എന്നാൽ കെമിക്കൽ അല്ലെങ്കിൽ കീടനാശിനി മിക്സ് ചെയ്തോ അല്ലെങ്കിൽ കുമിൾനാശിനിയുമായിട്ട് മിക്സ് ചെയ്തോ മാത്രം മിത്രാണുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനിൽ, വിളിച്ചതിന് നന്ദി. ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ആരാ വിളിക്കുന്നത്? ഞാൻ സതീഷ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ, ചോദിക്കാനുള്ള സംശയം ചോദിച്ചോളൂ. നമസ്കാരം മാഡം. നമസ്കാരം, ചോദിച്ചോളൂ. എന്റെ പേര് സതീഷ് എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. സതീഷ്, ചോദിച്ചോളൂ. ഡോക്ടർ റിജറാണി താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയും. ചോദിച്ചോളൂ. അത് ഞാൻ ഓർഗാനിക് ഫാമിംഗ് നടത്തുന്നത്. അതെ, ഓർഗാനിക് ഫാമിംഗ് നടത്തുന്നത് ഞാൻ സൂഡോമോണസ് ആണ് ആദ്യം വിത്തിൽ ട്രീറ്റ് എടുത്താ ഇട്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നെല്ലാണ് കേട്ടോ ചെയ്യുന്നത്. നെല്ല് കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ സ്യൂഡോമോണാസ് ഉപയോഗിച്ച് വിത്തിട്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. സ്യൂഡോമോണാസ് വിത്ത് പരിചരണം നടത്തിയായിരിക്കും താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അതെ. ഇനി നമുക്ക് ചെയ്യാവുന്നത് 2 ആഴ്ച ഇടവിട്ട് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം അത് ഒരു പ്രതിരോധ മാർഗമെന്നോണം നമുക്ക് വിളവിൽ നെൽകൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഇപ്രകാരം നമ്മൾ സ്യൂഡോമോണാസ് ഒരു 2 ആഴ്ച ഇടവിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ ചെടികൾക്ക് ഒരു പ്രതിരോധ ശേഷി കിട്ടുകയും അതുപോലെ അതിന്റെ വളർച്ച ത്വരിതപ്പെടുകയും ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല. ബിവേറി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് മാഡം ഉപയോഗിക്കേണ്ടത്? സ്യൂഡോമോണാസ് എന്ന് പറയുന്നതും ഒരു മിത്ര ബാക്ടീരിയ ആണ്. ബിവേറിയ എന്ന് പറയുന്നത് ഒരു മിത്ര കുമിളാണ്. സ്യൂഡോമോണാസ് നമ്മൾ ഉപയോഗിക്കുന്നത് രോഗങ്ങൾക്കെതിരെയാണ്.
അതുപോലെ ബിവേറിയ ഉപയോഗിക്കുന്നത് കീടങ്ങൾക്കെതിരെയും. ചെറിയ രീതിയിലുള്ള കീടാക്രമണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ബിവേറിയ നേരത്തെ പറഞ്ഞതുപോലെ സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്ന അതേ രീതിയിൽ, അതായത് 20 ഗ്രാം പൊടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അരിച്ചെടുത്ത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്പ്രേയർ ഉപയോഗിച്ച് തന്നെ സ്പ്രേ ചെയ്യുക. നല്ല രീതിയിൽ ഇല മുഴുവനും നനയുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്യാനായിട്ട്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നിയന്ത്രണം നടപ്പിലാക്കി കിട്ടുള്ളൂ. സതീഷ്, രണ്ടും തമ്മിൽ ഗ്യാപ്പ് എത്ര വേണം മാഡം സ്പ്രേ ചെയ്യുന്നത്? എന്തോ രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് എത്ര വേണം? സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്യുന്നത് എത്ര ഗ്യാപ്പ് വേണം, എത്ര ദിവസം? രണ്ടും മിത്രാണുക്കൾ തന്നെയാണല്ലോ. അത് തമ്മിൽ ഒരു ഗ്യാപ്പും വേണമെന്നില്ല. പക്ഷെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടും ഒരേ ദിവസം തന്നെ ഉപയോഗിക്കാം. സതീഷ്, ഇത് ഞാനിപ്പോ അവരെയും രക്തശാലിയും കവഞ്ഞൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അത് വിളവ് കൂട്ടില്ലേ മാഡം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ? വിളവ് കൂടുമോ എന്നുള്ളതാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്യൂഡോമോണാസും ബിവേറിയയും മറ്റും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുമോ എന്നുള്ളതാണ്. വിളവ് കൂട്ടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. കീടങ്ങളെയും രോഗങ്ങളെയും ഒരു പരിധിവരെ ജീവാണു അല്ലെങ്കിൽ ജൈവമാർഗത്തിലൂടെ നിയന്ത്രിക്കുക എന്നതുള്ളതാണ്. തീർച്ചയായും രോഗങ്ങളും കീടങ്ങളും നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് വിളവും കൂട്ടാവുന്നതാണല്ലോ. അതെ അതെ അതെ. ഒരു സതീഷ്, വിളിച്ചതിന് വളരെ നന്ദി. വളരെ എല്ലാവർക്കും ഗുണകരമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഒരു സംശയം തോന്നുന്നത്, ഇത്തരത്തിലുള്ള ജീവാണുക്കൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സമയത്ത് ദോഷകരമായി വരാമോ? സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതെ, പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്. നമ്മൾ ഏതൊരു ജീവാണുവും കർഷകരുടെ ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ കൃഷിക്കായി ഉപയോഗിക്കാൻ പല രൂപികളായി തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ അനേകം വർഷങ്ങളുടെ ഗവേഷണങ്ങൾ നടത്തിയതിന് ശേഷം ഇത് തേനീച്ചകൾക്കും അല്ലെങ്കിൽ മറ്റു മിത്രപ്രാണികൾക്കും വിളകൾക്ക് തന്നെ ദോഷമില്ലെന്നും അതേപോലെ മാമൽസ് സസ്തനികൾക്ക് പോലും ദോഷമില്ല എന്നുള്ള ഒരു പഠനം വരെയും എത്തിയതിന് ശേഷം ഈ മിത്രാണുക്കൾ നമ്മൾ ഇൻസെക്ടിസൈഡ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതിനും ശേഷം മാത്രമാണ്, അതായത് അതിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ തൽക്കാലം ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ലഭ്യത നമുക്ക് ഇത്തരത്തിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതും ശരിക്കും രാസവസ്തുക്കളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സഹായകമായതാണ്. പക്ഷേ ഇത് എവിടെയാണ് കിട്ടുക? ഇത്തരം ഉൽപ്പാദനോപാധികൾ, ജീവാണു കീടനാശിനികൾ ഗുണകരമായി ന്യായമായ വിലയിൽ ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് എവിടെ നിന്നാണ് കർഷകർക്ക് ലഭ്യമാവുക? ജീവാണു മാർഗങ്ങളുടെ ഏറ്റവും വലിയൊരു പോരായ്മയും ഇതുതന്നെയാണ്, ലഭ്യത. കാരണം മറ്റ് രാസവസ്തുക്കൾ ലഭിക്കുന്നത് പോലെ എല്ലാ രാസവസ്തുക്കൾ വിൽക്കുന്ന കടകളിലും നമുക്ക് ജീവാണുക്കളെ കിട്ടിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചു, ബിവേറിയ ബെസിയാന എന്ന് പറഞ്ഞൊരു പാക്കറ്റിലാണ്, അതൊരു പൊടി രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഒരു ജീവനുള്ള വസ്തുവാണ്. അപ്പോൾ ജീവനുള്ള വസ്തുവിൻ്റെ സൂക്ഷിപ്പ് കാലം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നമ്മുടെ മിക്ക പ്രോഡക്ട്സിനും 2-3 മാസം വരെയാണ് അതിൻ്റെ സൂക്ഷിപ്പ് കാലം. അതായത് ഫലവത്തായിട്ടുള്ളൊരു കീടനിയന്ത്രണം ലഭിക്കണമെങ്കിൽ 3 മാസം അല്ലെ മാക്സിമം ഒരു 6 മന്ത്സ് വരെ അതിന് സ്റ്റോറേജ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് രാസകീടനാശിനികൾ കിട്ടുന്നത് പോലെ അത്ര എളുപ്പമായി എല്ലാ കടകളിൽ നിന്നും ഇത് ലഭിക്കുന്നില്ല. പകരം ഇത് നമ്മുടെ സർവകലാശാലയുടെ പല സ്ഥാപനങ്ങളിലും, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും, കാർഷിക കോളേജ് വെള്ളായണി കാർഷിക കോളേജിലും പിന്നെ റിസർച്ച് സ്റ്റേഷൻസിലൊക്കെ ലഭ്യമാണ്. കൂടാതെ നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിൽ, അതുപോലെ ഈയിടെയായിട്ട് പുതുതായി ഉള്ള സംരംഭമാണല്ലോ ഇക്കോ ഷോപ്പ്, ഇതിലെല്ലാം തന്നെയും നമ്മുടെ ഈ മിത്രാണുക്കൾ കർഷകർക്ക് ലഭ്യമാകുന്നതിന് വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നതാണ്. അതിപ്പോൾ ലഭ്യവുമാണ്. ഇത് കൂടാതെ കർഷകർക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഇന്ന് കൃഷി വകുപ്പിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ട് സ്വന്തമായി ഉണ്ടാക്കി ഉപയോഗിക്കാൻ ഉള്ള ടെക്നോളജി വരെയും ലഭ്യമാണ്. അത്തരത്തിൽ തന്നെയാണ് വരുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ചില കീടങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം വാഴയിലെ തടപ്പുഴു, അത് തടയ്ക്കുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം അത്തരം കീടങ്ങളെ എങ്ങനെയാണ് മിത്രാണുക്കൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുക? അത് കഴിയുമോ? നേരത്തെ മിനി ചോദിച്ചിരുന്നു ഏതൊക്കെ തരം കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ഇലതീനി പുഴുക്കളെ നമുക്ക് നിയന്ത്രിക്കാം, വണ്ടുകളെ നിയന്ത്രിക്കാം, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാം. എന്നാൽ ഇതുപോലെ കായ് തുരന്ന് അകത്തിരുന്ന് ഭക്ഷിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ
പ്രയാസം തന്നെയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു മിത്ര കുമിളുകൾ അത് കീടങ്ങളുടെ തൊലിപ്പുറത്ത് സ്പർശിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ സ്പർശനം, ആ കോണ്ടാക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനൊരു കോണ്ടാക്റ്റ് ഇല്ലാത്തിടത്തോളം കാലം അതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവ് തന്നെയായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞതുപോലെ കായ്തുരപ്പൻ പുഴു, വെണ്ടയിലും തക്കാളിയിലും വഴുതനയിലും ഒക്കെ കാണുന്ന കായ്തുരപ്പൻ പുഴു, ഇതിന് അകത്ത് പുഴു കയറിക്കഴിഞ്ഞ് ഭക്ഷിച്ചു തുടങ്ങുന്ന സമയം നമ്മൾ പുറത്തുനിന്ന് ബിവേറിയോ മെറ്ററൈസിയോ ഒന്നും ഉപയോഗിച്ചാൽ ഒരു ഗുണം ഉണ്ടാവില്ല. പക്ഷേ നമുക്കറിയാം കീടങ്ങളെല്ലാം തന്നെയും ശലഭം വന്ന് മുട്ടയിട്ട് മുട്ട വിരിഞ്ഞിറങ്ങുന്ന ആദ്യ ദിശയിലുള്ള പുഴുക്കൾ അത് കായുടെ പുറത്ത് തന്നെ ആയിരിക്കും. ആ സ്റ്റേജിൽ നമുക്ക് മിത്രാണുക്കൾ ഉപയോഗിച്ച് കീടനിയന്ത്രണം നടപ്പിലാക്കാം. എന്ന് പറഞ്ഞാൽ ജൈവിക രീതിയിൽ നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ളത് നിർബന്ധമാണെങ്കിൽ സ്ഥിരമായിട്ടുള്ള നിരീക്ഷണം, കൃഷിയിടം സ്ഥിരമായി നിരീക്ഷിക്കുക, കീടങ്ങളായാലും രോഗങ്ങളായാലും ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഉടനെ നടപടികൾ സ്വീകരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ദീർഘകാല വിളകളായ ഇപ്പോൾ തെങ്ങിൽ മീലിമൂട്ടകൾ വലിയൊരു പ്രശ്നമാണ്, തെങ്ങിനെ നശിപ്പിക്കുന്ന. അപ്പൊ അതുപോലെയുള്ള കീടങ്ങളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും ഈ ജൈവിക നിയന്ത്രണ മാർഗത്തിൽ? ഈയിടെയായി നമ്മുടെ കാർഷിക സർവകലാശാല നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് നമുക്ക് വളരെ സന്തോഷപൂർവമായിട്ടുള്ളൊരു റിസൾട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ലെക്കാനിസീലിയം, അത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണ് ഫലപ്രദം. അപ്പോൾ ഇത് തെങ്ങിൽ നമ്മൾ പല പ്രാവശ്യം സ്പ്രേ ചെയ്ത് നോക്കിയായിരുന്നു മണ്ടരികൾക്കെതിരെ ഇത് ഫലപ്രദമാണോ എന്നറിയാൻ. മീലിമൂട്ടകളും മണ്ടരിയും ഒരേപോലെയാണല്ലോ, നെല്ലിൻ്റെ ഇലയുടെ അടിവശത്തിരുന്ന് നീരൂറ്റി കുടിക്കുന്നത്. വളരെ ഫലപ്രദമായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, നമുക്കൊന്നത്. നമസ്കാരം. ഹലോ ഹലോ ഹലോ. പറഞ്ഞാട്ടെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാന് പനങ്ങാടെന്ന് പറയും, എറണാകുളം ജില്ല. ചോദിച്ചോളൂ. വിളിക്കുന്ന ആളുടെ പേരെന്താ? പ്രേമ, ചോദിച്ചോളൂ. അതെ, ഞാൻ കുറച്ച് വെണ്ടയ്ക്കയും പയറും നട്ടിട്ടുണ്ട്. അതിന് മുഴുവൻ വെള്ള പ്രാണി പോലെ വന്നിങ്ങനെ ഇരിക്കുന്നു. അതിന് എന്ത് ചെയ്യണം? വെള്ളപ്രാണികള് ചെടി ഒന്ന് അനക്കി നോക്കുമ്പോ കഷായം വെച്ച് തളിക്കും. ഇന്ന് തളിച്ചിട്ട് നിക്കുന്നില്ല. ചെടി അനക്ക് നോക്കുമ്പോ ഈ വെള്ളപ്രാണി പറന്നു പോകുന്നുണ്ടോ അതോ പറ്റി പിടിച്ചിരിക്കുകയാണോ? അത് പറ്റി പിടിച്ചിരിക്കുക. വെണ്ട മുഴുവൻ നശിച്ചു, അതിന്റെ തല മുഴുവൻ പോണു. മീലി മൂട്ട എന്ന് പറയും അതിന്. ആരംഭ ദിശയിലാണ് കാണുന്നതെങ്കിൽ ഒരുപാട് കൃഷിയുണ്ടോ? ഞാൻ കുറച്ചൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പൊ ആരംഭത്തിലേ ഉണ്ടാക്കണം. കുറച്ച് വെണ്ട അത്യാവശ്യം വീട്ടാവശ്യത്തിന് മാത്രമുള്ള കൃഷിയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ആരംഭത്തിൽ തന്നെ ഇതെല്ലാം കൈകൊണ്ട് തന്നെ തുടച്ച് മാറ്റിയെടുത്ത് കളയുക. അതിനുശേഷം മിത്രാണുക്കൾ ലഭ്യമാണെങ്കിൽ, എവിടെയാ വീടെന്ന് പറഞ്ഞ? എറണാകുളം നമുക്കവിടെ കൃഷി വിജ്ഞാന കേന്ദ്രമുണ്ട്. അവിടെ ലഭ്യമാണെങ്കിൽ ലെക്കാനിസീലിയം എന്ന മിത്രകുമിള് ചോദിച്ച് വാങ്ങുക. അതും ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന ജൈവ രീതിയിലുള്ള കീടനാശിനിയാണ് വേപ്പധിഷ്ഠിത കീടനാശിനി. നല്ല ഗുണനിലവാരമുള്ള വേപ്പെണ്ണ വാങ്ങി 20 മില്ലി വേപ്പെണ്ണയും 1 ലിറ്റർ വെള്ളവും 6 ഗ്രാം ബാർ സോപ്പും. 20 ഗ്രാം വേപ്പെണ്ണ, 1 ലിറ്റർ വെള്ളം, 6 ഗ്രാം ബാർ സോപ്പ്. ആദ്യം സോപ്പും എണ്ണയും തമ്മിൽ നല്ലൊരു മിശ്രിതം തയ്യാറാക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം സ്പ്രേയർ ഉപയോഗിച്ച് തന്നെ തണ്ടും ഇലയുടെ അടിവശവും ഒക്കെ നന്നായി നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഇതിന്റെ ആക്രമണം കുറഞ്ഞു കിട്ടും. വിളിച്ചതിന് നന്ദി പ്രേമ, വിളിച്ചതിന് വളരെ നന്ദി. വളരെ ഈ പറഞ്ഞ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യമാണിത്. വെള്ളീച്ചകളും മീലിമൂട്ടകളുമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ഇത്തരം കീടങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമായതിനു ശേഷമാണ് പലപ്പോഴും പലരും കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അത് ആ ഒരു സ്റ്റേജിൽ നമുക്കിതിന് ഈ ജീവാണുക്കളെ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുമോ? വളരെ രൂക്ഷമായ ആക്രമണം കണ്ടു കഴിഞ്ഞാൽ ജീവാണുക്കൾ കൊണ്ട് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം ജീവാണു നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കുറഞ്ഞതൊരു 48 മണിക്കൂറെങ്കിലും എടുക്കും അതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് കാണുന്ന രീതിയിൽ
ബോധ്യപ്പെടാനായിട്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് സ്പർശിച്ച് ആ കുമിള് അതിൽ വളർന്നതിന് ശേഷമാണല്ലോ അതിന് രോഗം വരിക. അപ്പോൾ തീർച്ചയായിട്ടും 1-2 ദിവസം കഴിയാതെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയില്ല. അത്രയും ഒരു സമാധാനമൊന്നും പലർക്കും കിട്ടാറില്ല. അത് കാരണം രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം വരെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ കണ്ട് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ജീവാണുക്കൾ ഉപയോഗിച്ച് കീടനിയന്ത്രണം നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഇത്തരത്തിൽ ജീവാണുക്കൾ ഉപയോഗിച്ച് കീടനിയന്ത്രണം നടത്തുമ്പോൾ ഇത് കൂടുതൽ ഫലപ്രദമാകാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോൾ ഈ പറഞ്ഞ അളവിൽ ഉപയോഗിക്കണം എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കൂടുതൽ ഫലപ്രദമാക്കാനായിട്ട് നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ ഇനം ജീവാണു ഏതൊക്കെ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് മെറ്റാറൈസിയം, അതും ഒരു മിത്ര കുമിളാണ്. അത് നമുക്ക് വണ്ടുകൾക്കെതിരെ ഉപയോഗിക്കാം, ചെല്ലികൾക്കെതിരെ ഉപയോഗിക്കാം. നേരെ മറിച്ച് നമ്മൾ ലെക്കാനിസീലിയം എടുത്ത് വണ്ടുകൾക്കും ചെല്ലികൾക്കും എതിരെ ഉപയോഗിച്ചാൽ ഫലപ്രദമാകില്ല. അപ്പോൾ ഏത് ഇനം കുമിള് അല്ലെങ്കിൽ ഏത് ഇനം ജീവാണു ഏത് കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വിവരം നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അറിയേണ്ടത് ഇത് ജീവനുള്ളൊരു വസ്തുവാണ്. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ വെയിലേറ്റത് അതിൻ്റെ സ്പോറുകൾ കരിഞ്ഞു പോകാം. അത് കാരണം വൈകുന്നേരങ്ങളിൽ രൂക്ഷമായ വെയിലില്ലാത്ത സമയത്ത് വേണം ഇത് സ്പ്രേ ചെയ്യേണ്ടത്. ഇപ്രകാരം നമ്മൾ വൈകുന്നേരം സ്പ്രേ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം, രാത്രികാലത്തുള്ള അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഈർപ്പം കാരണം കുമിൾ വിത്തുകൾക്ക് വേഗം അതിൽ രോഗബാധ ഉണ്ടാക്കാൻ. ഒരു പ്രേക്ഷകൻ നമുക്ക് കാത്തു നിൽക്കുന്നു. നമസ്കാരം. ഹലോ. ഹലോ, നമസ്കാരം. ആരാ വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് ഏഞ്ചൽ റാണിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏഞ്ചൽ റാണി. ഓ ശരി ശരി. പേരെന്താ പറഞ്ഞോളൂ. ഏഞ്ചൽ റാണി. ഏഞ്ചൽ. ഓക്കെ, ഏഞ്ചൽ ചോദിച്ചോളൂ. എന്താ ചോദിക്കാനുള്ളത്? പയറിലുള്ള പുഴു, മുഞ്ഞ, പിന്നെ വെണ്ടയിലുള്ള പൂപ്പ് രോഗം, ഇലയിൽ ഒരു തരം പൊടി പോലിരിക്കുന്ന ഒരു രോഗം, അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കാണുന്ന പ്രശ്നങ്ങൾ. പയറില് 3-4 പ്രശ്നങ്ങൾ പറഞ്ഞു. ഓരോന്നായിട്ട് പറയാം. ആദ്യം പറഞ്ഞത് പുഴുക്കളാണ് അല്ലേ? പച്ച കളറിലുള്ളൊരു പുഴു. കാതുരക്കുന്ന പുഴുവാണോ? അതെ അതെ. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ വളരെ രൂക്ഷമായ ഒരു ആക്രമണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജൈവരീതിയിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാണുന്ന പക്ഷം തന്നെ അതിനകത്തുനിന്ന് ആക്രമണം ഏറ്റ പയറ് മുറിച്ച് മാറ്റി അത് നശിപ്പിക്കുക. അതിനുശേഷം വിവേറിയ എന്ന് പറയുന്ന മിത്രകുമിൾ 20 ഗ്രാം 1 ലിറ്ററിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ പറഞ്ഞത് പൂപ്പൽ രോഗമാണ്. പൂപ്പൽ രോഗവും വരാതിരിക്കാൻ വേണ്ടിയുള്ള നിയന്ത്രണ മാർഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് ജൈവ രീതിയിൽ പറയുകയാണെങ്കിൽ സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് നമുക്ക് വളരെ എളുപ്പം ഉപയോഗിക്കാവുന്നൊരു വസ്തുവാണ്. പൊടി രൂപത്തിലാണ് അത് കിട്ടുന്നത്. വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പോട്ടിംഗ് മിശ്രിതം നമ്മൾ തവാരണ എടുക്കുന്ന സമയത്ത് തന്നെ മണ്ണിനൊപ്പം ട്രൈക്കോഡർമ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ തന്നെയും രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ ശേഷി നൽകുന്നതായിരിക്കും. പയറിലുള്ള കറുത്ത മുഞ്ഞ കറുത്ത മുഞ്ഞയെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നേൽ നമ്മൾ ലെക്കാനിസീലിയം ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുറച്ച് മുൻപ് ഞാൻ വളരെ വിശദമായി പറഞ്ഞിരുന്നത് പോലെ വേപ്പെണ്ണ സോപ്പ് ലായനി മിശ്രിതം തയ്യാറാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യേണ്ടത് ആരംഭഘട്ടത്തിലാണ്. പയറ് മുഴുവനും മുഞ്ഞ കൊണ്ട് നിറഞ്ഞതിന് ശേഷം നമ്മൾ ജൈവ രീതികൾ ഉപയോഗിക്കുന്നത് ഫലപ്രദമാവില്ല. പൗഡർ പോലത്തെ അത് വരണ എന്തുകൊണ്ടാണ്? പൗഡർ എന്താന്ന് മനസ്സിലായില്ലല്ലോ എനിക്ക്. ഒന്നുകൂടി വെണ്ടയുടെ ഇലയിൽ ഒരു തരം പൗഡർ ഇട്ട പോലെ ഇരിക്കും. പൗഡറി മിൽഡ്യൂ. അതൊരു രോഗമാണ്. കളറ് മങ്ങും. ഹരിതകൊക്കെ പോയിട്ട് മഞ്ഞ കളറായ ഇല ചീത്ത. അതൊരു കുമിൾ രോഗം തന്നെയാണ്. അതിന് രൂക്ഷമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫംഗിസൈഡ് ഉപയോഗിക്കേണ്ടി വരും, രാസവസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരും. ബോഡോ മിശ്രിതം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അതറിയുമോ? തുരിശും ചുണ്ണാമ്പും ചേർന്നിട്ട് ബോഡോ മിശ്രിതം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതുണ്ടാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ജൈവ രീതിയിലാണെങ്കിൽ സ്യൂഡോമോണാസ് ട്രൈ ചെയ്ത് നോക്കാം. കാരണം രൂക്ഷമായിട്ടുള്ള ആക്രമണമാണെങ്കിൽ സ്യൂഡോമോണാസ് കൊണ്ടൊന്നും നിൽക്കില്ല. നമ്മൾ വരാതിരിക്കാനാണ് നോക്കേണ്ടത്. വന്നു കഴിഞ്ഞാൽ കെമിക്കൽ ഫംഗിസൈഡ് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിൽ ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാവുന്നത് ബോഡോ മിശ്രിതമാണ്. ഓക്കെ, ഏഞ്ചൽ വിളിച്ചതിന് വളരെ നന്ദി. ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? കണക്ഷൻ പോയി.
ഇത് ഇത്തരത്തിൽ മുൻകൂട്ടി നമുക്ക് പ്രതിരോധ നടപടികളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ജീവാണു കീടനാശിനി എന്ന് പറയുന്നതിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുണ്ടോ? മുൻകൂട്ടി ചെയ്യാൻ കഴിയുമോ? അതോ കീടങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ നമുക്കത്? അതും നല്ലൊരു ചോദ്യമാണ്. കാരണം പലർക്കും അത് അറിയില്ല. അവർ ഈ ജീവാണു കീടനാശിനി കിട്ടിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 തവണ 2 തവണ വെറുതെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മുടെ ഇപ്പോൾ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ലേബർ കോസ്റ്റ് കൂടുന്നു, സമയം പോകുന്നു. അപ്പോൾ ഈ ജീവാണുക്കളൊക്കെ തന്നെയും കീടശരീരത്തിൽ തട്ടിയതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ കീടങ്ങളുടെ അഭാവത്തിൽ നമ്മളിത് സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ബിവേറിയ, മെറ്ററൈസിയം, ലെക്കാനിസീലിയം എന്ന് പറഞ്ഞ് അതിപ്പോൾ പക്ഷേ സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും അവയും ജീവാണുക്കളാണ്. പക്ഷെ നമ്മളത് മണ്ണിലാണ് ഉപയോഗിക്കുക. മണ്ണിൽ ഉപയോഗിക്കുന്നതും മണ്ണിൽ വസിക്കുന്നതുമായ മിത്രാണുക്കൾ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന മെറ്ററൈസിയം, ബിവേറിയ മുതലായവ ആക്രമണം കണ്ടതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. നമുക്ക് ചിത്രങ്ങൾ ഏതെങ്കിലും നമുക്ക് ഇത്തരത്തിൽ പൂപ്പൽ ബാധയുള്ള വിവേറിയ ഉപയോഗിച്ച് അതെ കാണിക്കാം ഞാൻ. ഇത് നെല്ലിനെ ആക്രമിക്കുന്ന ചാഴിയാണ്. ചാഴി നമ്മൾ ബിവേറിയ സ്പ്രേ ചെയ്തതിന് ശേഷം ഏകദേശം 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു രോഗലക്ഷണം നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതും അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പമുള്ള അവസ്ഥയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്നത് ഇതുപോലെ ഐസ് പൊതിഞ്ഞതുപോലെ പൂപ്പൽ രോഗം വന്നതായി കാണാം. അല്ലാതെ തന്നെ ഇതിന് മിത്രാണുക്കൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കീടങ്ങളുടെ പ്രവർത്തനം കുറയുകയാണ്. പക്ഷേ കാണുന്ന കർഷകനത് മനസ്സിലാവില്ല. കാരണം അത് ഉടനെ തന്നെ കെമിക്കൽ അടിക്കുമ്പോൾ ചാകുന്നത് പോലെ ഉടനെ ചാകുന്നില്ല. നേരെ മറിച്ച് അതിൻ്റെ ആഹാരം എടുക്കുന്നതിൻ്റെ അളവ് കുറയുന്നു, അല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെടുന്നു. ഇതുപോലുള്ള വ്യത്യാസങ്ങൾ രോഗത്തിൻ്റെ ആരംഭ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് കർഷകനത് ബോധ്യപ്പെട്ടെന്ന് വരില്ല. അതാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ വളരെ ഭംഗിയായിട്ട് ആ പൂപ്പൽ ബാധിച്ച് ചത്ത് ഇരിക്കുന്നതാണ്. ഇത്തരത്തിൽ വരുന്ന ഇങ്ങനൊരു കീടം അതിന്റെ ആക്രമണം പൂർത്തിയായി കഴിയുമ്പോൾ അതിൽ നിന്നും വരുന്ന സ്പോറുകൾ അത് വീണ്ടും കൂടുതൽ കീടങ്ങളെ ബാധിക്കും. തീർച്ചയായും. പക്ഷേ അന്തരീക്ഷത്തിലെ ഘടകങ്ങളെല്ലാം അതിന് അനുകൂലമായിരിക്കും. എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ഈ സ്പോറുകൾ സെൽഫായിട്ട് മറ്റു കീടങ്ങളിലേക്ക് പകരുന്നുള്ളൂ. കോണ്ടാക്ട് വഴി മാത്രമാണ് ഇത് പകരുക. സ്പോറ് തന്നെ കാറ്റുവഴിയും ഒക്കെ മറ്റു കീടങ്ങളുടെ അല്ലെങ്കിൽ പടർന്ന് നടക്കുന്ന കീടങ്ങളിലായിരിക്കാം വേഗം സ്പ്രെഡ് ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു കോളുണ്ട്, ഒരു പ്രേക്ഷകൻ കാത്തിരിക്കുന്നു. നമസ്കാരം. ഹലോ. നമസ്കാരം. ആരാ വിളിക്കുന്നത്? ഞാൻ രാജൻ, തൃശ്ശൂർ പറപ്പൂർ. ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളത്? രാജൻ ചോദിച്ചോളൂ. ഞങ്ങൾ വഴുതന കണ്ടിട്ടുണ്ട്. വഴുതനയിലൊക്കെ വെള്ള കളറുള്ള പൊടികൾ വരിക. എവിടെയാ പൊടികൾ കാണുന്നത്? വെള്ള കളറുള്ള പൊടികൾ ഇലകളിലാണോ തണ്ടിലാണോ? ഇലകളിലും തണ്ടിലും കായലും കാണുന്നുണ്ട്. ഇലകളുടെ അടിഭാഗത്ത് പൊടി മാത്രമേ കാണുന്നുള്ളോ അതോ ഇലയുടെ നിറവ്യത്യാസം? ഇലയ്ക്ക് നിറവ്യത്യാസം ഉണ്ടോ? ഇല കുരുടിച്ചു പോകുന്നുണ്ടോ? രാജൻ ചോദിച്ചത് ഇലകൾ കുരുടിച്ചു പോകുന്നുണ്ടോ എന്നുള്ളതാണ്. കുരുടിച്ചു പോകില്ല മാഡം. ഇലകളുടെ അടിഭാഗത്ത് പൊടികൾ വരെയാണ്. പിന്നെ അടുത്ത് തന്നെ കോവൽ നിൽക്കുന്നുണ്ട്. കോവൽ ആകെ ഉണങ്ങിയ പോലെ നിൽക്കുക. പാവൽ ഉണങ്ങി നിൽക്കുക. പാവൽ ഉണങ്ങിയത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നേരിട്ട് വന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടത് ഉണങ്ങി നിൽക്കാം. ചിലപ്പോൾ തണ്ടുതുരപ്പൻ പുഴുവിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കാം, വേര് തിന്നുന്ന പുഴുക്കൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ വാട്ടം കൊണ്ട് വാടിയതാകാം, കുമിൾ രോഗം കൊണ്ട് വാടിയതാകാം. അപ്പോൾ ഈ ഫോണിലൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നില്ല ഈ പാവൽ വാടിയതിൻ്റെ കാരണം എന്താണെന്ന്. കൃഷി ചെയ്യുന്ന വഴുതനയില് ഇല കുരുടിപ്പൊന്നും കാണുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. ഇല കുരുടിച്ച് കാണുന്നില്ല. വെള്ള കളറടിയിലും കായയിലൊക്കെ വെള്ള കളറായി നിൽക്കുക. അതെന്തെങ്കിലും കീടമാണെന്ന് തോന്നുന്നുണ്ടോ അതോ ഭസ്മം ഇട്ടതുപോലെ പൊടിയാണോ? ഭസ്മം ഇട്ടതുപോലെ പൊടിയാണ്. അപ്പൊ അതൊരു ഫംഗസിന്റെ ബാധയാണ്, കുമിൾ രോഗമാണ്. അതിനെതിരെ നമുക്ക് സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുക.
കുറയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ബോഡോ മിശ്രിതം തയ്യാറാക്കി ഉപയോഗിക്കുക. അത് തയ്യാറാക്കാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ടിവിയിൽ കാണാറുണ്ട്, ബോഡോ മിശ്രിതം തയ്യാറാക്കുന്നതിൽ കാണാറുണ്ട്. അപ്പോൾ അത് സ്പ്രേ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ധാരാളം കൃഷി ഉണ്ടോ? ധാരാളം. എത്ര ഏരിയ ഉണ്ട്? ഒരു 30 കളകളുണ്ട്, 30 ചൂടുണ്ട്. 30 ചുവട്. അപ്പോ ബോഡോ മിശ്രിതം തയ്യാറാക്കി അത് ഉപയോഗിക്കുക. നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയാൽ മാത്രമേ അത് ഗുണം ചെയ്യുള്ളൂ. അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യുക. എന്തോ തീർച്ചയായും പറഞ്ഞു തരും. ഇല്ലെങ്കിൽ സൾഫർ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് വെറ്റബിൾ സൾഫർ എന്നുള്ളൊരു സാധനം വാങ്ങാൻ കിട്ടും. അത് വാങ്ങി സ്പ്രേ ചെയ്താലും ഇതിന് ശമനം ഉണ്ടാകും. ഇതൊരു കുമിൾ ബാധയാണ്. ഓക്കെ, രാജൻ വിളിച്ചത് വളരെ നന്ദി. ഇത്തരത്തിൽ രോഗബാധ അല്ലെങ്കിൽ കീടബാധ കാണുന്ന ഇലകൾ നീക്കം ചെയ്ത് കത്തിക്കുന്നത് നന്നായിരിക്കുമോ? തീർച്ചയായും. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. നേരത്തെ വിളിച്ച പ്രേക്ഷകൻ ഇത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രോഗബാധ ഏറ്റ ഇലകൾ മുറിച്ച് മാറ്റി നശിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള റിക്കവറി കിട്ടുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം ജീവാണു കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുന്ന ജീവാണുക്കൾ, മിത്രങ്ങൾ, ഇത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കുമോ നല്ലത്, അതോ പുറത്തു നിന്നും കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുന്നതായിരിക്കുമോ? അത് എങ്ങനെയാണത് നമ്മൾ ചെയ്യുന്നത്? ഏറ്റവും നമുക്ക് ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ടും നമുക്ക് ഫാസ്റ്റായിട്ടും റിസൾട്ട് കിട്ടുന്ന നമ്മുടെ മണ്ണിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്നും തന്നെ ഉരുത്തിച്ചെടുക്കുന്ന മിത്രാണുക്കളാണ്. ധാരാളം മിത്രാണുക്കൾ നമുക്കങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മീലിമൂട്ടയെ ബാധിക്കുന്ന കുമിളുകൾ, അല്ലെങ്കിൽ ചാഴിക്ക് ഫലപ്രദമായിട്ടുള്ള കുമിളുകൾ, ഇതൊക്കെ തന്നെയും നമ്മുടെ പരീക്ഷണശാലകളിൽ ഉറങ്ങിക്കിടക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മെറ്റാറൈസിയം, ബിവേറിയ, വെർട്ടിസീലിയം ഇതൊക്കെ തന്നെയും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻറ്റ്സ് ആണ്. അപ്പോൾ ആ രജിസ്ട്രേഷൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 3-4 വർഷവും 25 മുതൽ 50 ലക്ഷം വരെ ചിലവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നേരത്തെ മിനി ചോദിച്ചതുപോലെ ഇത് സേഫ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും ഘട്ടങ്ങളിലൂടെ കടന്നതിന് ശേഷമേ ഒരു മിത്രാണുവിനെ നമുക്ക് പുറത്തോട്ട് വിടാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ഫലപ്രദമായിട്ടുള്ള മിത്രാണുക്കൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ തന്നെയും കർഷകർക്ക് കൊടുക്കുന്നതിന് മുൻപ് ഇത്രയും കടമ്പകൾ കടക്കാനുള്ളത് കാരണം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻസിനെ മാത്രമാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? സർവകലാശാലയുടെ സ്വന്തം മിത്രാണുക്കളെന്ന് പറയുന്നത് സ്യൂഡോമോണാസ് ഉണ്ട്, ട്രൈക്കോഡർമയുണ്ട്, പിന്നെ ഈ പറഞ്ഞതുപോലെ ബിവേറിയയും മെറ്റാറൈസിയവും വെർട്ടിസീലിയവും എല്ലാം തന്നെ ഉണ്ടെങ്കിലും ഈ വളരെ അടുത്തിടയിലാണല്ലോ 2005 ശേഷമാണ് ഈ മിത്രാണുക്കളെല്ലാം രജിസ്ട്രേഷൻ എന്നുള്ളൊരു കടമ്പ കടക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ടായത്. ഇൻസെക്ടിസൈഡ് ആക്ട് പ്രകാരം മറ്റേതൊരു രാസവസ്തുവും രജിസ്റ്റർ ചെയ്യുന്നത് പോലെ മിത്രാണുവും രജിസ്റ്റർ ചെയ്യണമെന്ന് ഉള്ളൊരു നിബന്ധന ഉണ്ടായത് അടുത്തിടെയാണ്. അപ്പോൾ അതിനായിട്ടുള്ള നടപടികൾ നമ്മളിപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട്. എനിക്ക് ഒരു 1-2 വർഷത്തിനുള്ളിൽ 3-4 എണ്ണമെങ്കിലും റിലീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഇനിയും നമുക്ക് ഉണ്ട് കേരളത്തിലെ കർഷകർക്ക്. യഥാർത്ഥത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ സംഭാവന വളരെ വലുതാണ് ഈ ഒരു മേഖലയിൽ. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ജൈവകൃഷിയിലേക്ക് ഉറ്റുനോക്കി നിൽക്കുമ്പോൾ ഏറ്റവും ഫലപ്രദമായ, അതായത് ആക്രമണം വന്നതിന് ശേഷം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഈ ഒരു ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണല്ലോ. ഇതോടൊപ്പം ജീവാണുക്കൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണത്തിനോടൊപ്പം നമുക്ക് ചേർന്ന് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗ രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കുമിൾ രോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന മിത്രാണു അല്ലെങ്കിൽ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു മിത്രകുമിൾ ഒരിക്കലും ഒരു ഇൻസെക്ടിസൈഡോ ഫംഗിസൈഡോ ഉപയോഗിക്കുന്ന ഒരു പാടത്തിൽ ഉടനെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചായിരുന്നു രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഉപയോഗിക്കാമെന്ന്. രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം രാസവളങ്ങൾ നമ്മൾ മണ്ണിലാണ് ചേർക്കുക, മറ്റേത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അവ തമ്മിൽ വലിയ കോണ്ടാക്റ്റ് അത് കാരണം അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല. എന്നാൽ ഫംഗിസൈഡും ഇൻസെക്ടിസൈഡ്, അതായത് രാസവസ്തുക്കൾ സ്പ്രേ ചെയ്യുന്ന ഫീൽഡിൽ
കുറഞ്ഞത് ഒരു 2 ആഴ്ച ഇടവേള നൽകിയതിന് ശേഷം ജീവാണു കൊടുക്കുന്നതായിരിക്കും നല്ലത്. നേരത്തെ ചോദിച്ചിരുന്നു, രൂക്ഷമായ ഒരു ആക്രമണം ഉണ്ടായാൽ നമ്മൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട ഒരു കെമിക്കൽ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യേണ്ടി വരും. അങ്ങനെ സ്പ്രേ ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ഒരു 2 ആഴ്ച ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതിൻ്റെ റീഇൻഫെസ്റ്റേഷൻ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് മിത്ര അണുക്കൾ ഉപയോഗിച്ച് ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് അങ്ങനെ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ചുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയും. അതുപോലെ കീടങ്ങൾ പെറ്റുപെരുകുന്നത് തടയാൻ കഴിയും. അവ റെസിസ്റ്റൻസ് നേടുന്നത് തടയാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് വേയിൽ വേണം അത് ഉപയോഗിക്കാനായിട്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക്, കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും, ചോദ്യങ്ങൾ ചോദിച്ചവർക്കും ഒക്കെ തന്നെ വളരെയേറെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു ടോക്കായിരുന്നു ഇന്നിവിടെ പ്രേക്ഷകരോട് സംവദിക്കാനായി എത്തിച്ചേർന്നത് ഡോക്ടർ റെജിറാണി OP, അസിസ്റ്റന്റ് പ്രൊഫസർ, കീടശാസ്ത്ര വിഭാഗം, കാർഷിക കോളേജ്, വെള്ളായണി, തിരുവനന്തപുരം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9446 378 182. ഒരിക്കൽ കൂടി ഫോൺ നമ്പർ 9446 378 182. എല്ലാവർക്കും വളരെ നല്ല ഒരു കൃഷി നമ്മുടെ വീട്ടുവളപ്പിലും ലഭ്യമായ സ്ഥലത്തും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വളരെ അധികം ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. പരമാവധി ലഭ്യമായ ഓരോ ഇഞ്ച് സ്ഥലവും നമുക്ക് കൃഷി ചെയ്യണം. ജൈവ കൃഷി രീതിയിലൂടെ തന്നെ കൃഷി ചെയ്ത് കേരളത്തിന് വേണ്ടുന്ന മുഴുവൻ ഭക്ഷണവും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കണം. മറ്റാരെയും നോക്കി നമുക്ക് വിരൽ ചൂണ്ടണ്ട. എല്ലാവർക്കും നമസ്കാരം. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വരൾച്ചയ്ക്കെതിരെയുള്ള മുൻകരുതലിന് സഹായം. കാർഷികോൽപ്പന്ന സംസ്കരണ സംരംഭങ്ങൾക്ക് ധനസഹായം. വെള്ളാനിക്കരയിൽ പൈനാപ്പിൾ നടിയിൽ വസ്തുക്കൾ. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. വരൾച്ചയ്ക്കെതിരെയുള്ള മുൻകരുതലിന് കൃഷിവകുപ്പ് ധനസഹായം നൽകുന്നു. കുളങ്ങൾ, കിണറുകൾ, ജലസംഭരണികൾ എന്നിവയുടെ നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് സഹായം. ജലസേചന സൗകര്യങ്ങൾക്കായി കർഷകർ നിർമ്മിക്കുന്ന കുളങ്ങൾ, കിണറുകൾ, ജലസംഭരണികൾ എന്നിവയ്ക്ക് 1 ക്യൂബിക് മീറ്ററിന് 62.50 രൂപ, പരമാവധി 75,000 രൂപ വരെ സബ്സിഡി ലഭിക്കും. 20 മീറ്റർ നീളവും വീതിയും 3 മീറ്റർ ആഴവുമുള്ള ജലസംഭരണി നിർമ്മിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശ സ്ഥലത്ത് പൊതുകുളങ്ങൾ നിർമ്മിക്കുന്നതിനും സബ്സിഡി അനുവദിക്കുന്നതാണ്. 10 ഹെക്ടർ കൃഷിഭൂമി നനയ്ക്കുന്നതിന് ഉതകുന്ന ജലസ്രോതസ്സുകൾക്ക് 20 ലക്ഷം രൂപ വരെ പദ്ധതി പ്രകാരം സഹായം ലഭിക്കും. മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ മാവിന്റെ കായ്ച്ചയ്ക്കുള്ള കെണി ലഭ്യമാണ്. മാവ് 50% പൂത്തു കഴിയുമ്പോൾ കെണി വയ്ക്കണം. ഒരു കെണി ഉപയോഗിച്ച് 3 മുതൽ 4 മാസത്തോളം ഈച്ചകളെ ആകർഷിച്ച് നശിപ്പിക്കാനാകും. ഇതോടൊപ്പം പാളയംകോടൻ പഴവും തുളസിയിലും ഉപയോഗിച്ചുള്ള ചിരട്ടക്കെണിയും കൂടുതൽ ഗുണം ചെയ്യും. 1 ഏക്കർ മാവിൻ തോട്ടത്തിന് 5 എണ്ണം അല്ലെങ്കിൽ 25 മരങ്ങൾക്ക് 1 എന്ന ക്രമത്തിൽ കെണികൾ വച്ചു കൊടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487237073 എന്ന നമ്പറിലോ 9645420575 എന്ന നമ്പറിലോ വിളിക്കുക. കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധനയും അടിസ്ഥാനമാക്കി സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ധനസഹായം ലഭ്യമാക്കുന്നു.
തിരുവനന്തപുരത്തുള്ള സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യമാണ് സഹായം നൽകുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങൾ ഒഴികെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധനവും ലക്ഷ്യമിട്ടുള്ളതും 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്നതുമായ പദ്ധതികളാണ് സമർപ്പിക്കേണ്ടത്. മൂല്യവർദ്ധന ചെലവിന്റെ 40% അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇതിലേതാണോ കുറവ് ആ തുക സബ്സിഡിയായി നൽകും. വിശദ വിവരങ്ങൾക്ക് 0471 2 742110 എന്ന നമ്പറിലോ 0471 2 742113 എന്ന നമ്പറിലോ വിളിക്കുക. മൊബൈൽ നമ്പർ 9446303011. റബ്ബർ ഷീറ്റുകൾ പുകപ്പുരയിലിട്ട് തന്നെ ഉണക്കാൻ റബ്ബർ ബോർഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള പുകപ്പുരകൾ കൂടാതെ മറ്റ് വിവിധ മോഡലുകളും വിപണിയിൽ ലഭ്യമാണ്. പുകപ്പുരയുടെ വിവിധ മോഡലുകൾ, അവയുടെ നിർമ്മാണം, പ്രവർത്തനം എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡിന്റെ കോൾ സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ പ്രവൃത്തി ദിവസങ്ങളും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ കോൾ സെന്റർ പ്രവർത്തിക്കും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ പൈനാപ്പിളിന്റെ വിവിധ നടീൽ വസ്തുക്കൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. 8 രൂപ നിരക്കിൽ ഇവ ലഭിക്കും. പോളി ബാഗിലുള്ള തൈ ഒന്നിന് 10 രൂപയാണ് വില. കൂടാതെ പാകമായ പൈനാപ്പിളും വിൽപ്പനയ്ക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 2 37 3242. കൊല്ലം ജില്ലാ മത്സ്യ കർഷക വികസന ഏജൻസിയുടെ തേവള്ളിയിലുള്ള ഫിഷ് സീഡ് പ്രൊഡക്ഷൻ സെന്ററിൽ ഏഞ്ചൽ, ഗോൾഡ് ഫിഷ്, ഗപ്പി ഇനങ്ങളിലുള്ള അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ ഹാച്ചറിയുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 2 795545. തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ കിഴങ്ങുവിള ദിനം ആചരിച്ചു. ഇന്ന് രാവിലെ ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടന്ന സമ്മേളനം സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ജെയിംസ് ജോർജ് അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ മരച്ചീനി കൃഷിയിൽ വിജയം കൊയ്ത ഖാലിദ്, സുബ്രഹ്മണ്യം എന്നീ കർഷകരെ അവാർഡ് നൽകി ആദരിച്ചു. തുടർന്ന് സംഭാവനകൾ കിഴങ്ങുവർഗ കൃഷിയിൽ അല്ലെങ്കിൽ അതിന്റെ ഗവേഷണ മറ്റ് 10 കർഷകരെയും പുരസ്കാരം നൽകുകയുണ്ടായി. ഇന്ത്യൻ സൊസൈറ്റി ഫോർ റൂട്ട് ക്രോപ്സ് പ്രസിഡന്റ് ഡോക്ടർ CA ജയപ്രകാശ്, സെക്രട്ടറി ഡോക്ടർ VS സന്തോഷ് മിത്ര എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിനത്തോടനുബന്ധിച്ചാണ് കിഴങ്ങുവിള ദിനം ആഘോഷിച്ചു വരുന്നത്. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 10,600 രൂപ, കോഴിക്കോട് 11,400 രൂപ, തൃശൂരിൽ 10,600 രൂപ. കൊപ്ര കൊച്ചിയിൽ 7,135 രൂപ, കോഴിക്കോട് 7,300 രൂപ, തൃശൂരിൽ 7,175 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 67,600 രൂപ, ഗാർബിൾഡ് 70,600 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലത്ത് 9,500 രൂപ, ഈറോഡിൽ 10,000 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 12,400 രൂപ, 4ാം ഗ്രേഡ് 12,900 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 12,450 രൂപ, 4ാം ഗ്രേഡ് 12,900 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 10,600 രൂപ, കൊപ്ര 7,135 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 67,700 രൂപ, ഗാർബിൾഡ് 70,700 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 225-നും 245-നും മധ്യേ. തൊണ്ടില്ലാത്തത് 425-നും 450-നും മധ്യേ. ജാതിപത്രി 500-നും 875-നും മധ്യേ. ഗ്രാമ്പു 795 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,400 രൂപ, 4ാം ഗ്രേഡ് 12,900 രൂപ. ഒട്ടുപാൽ 8,600 രൂപ, ലാറ്റക്സ് 8,000 രൂപ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.2, 23.4.
കൊച്ചി 32.6, 23.7. ആലപ്പുഴ 31.8, 24.4. പുനലൂർ 33.5, 23.5. തിരുവനന്തപുരം കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.